ഹായ്, മുംബൈയിലെ ഞങ്ങളുടെ പെരുന്നാളാണ്. പെരുന്നാളിന് വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് എൻ്റേതായിട്ടൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. നാട്ടിൽ ഷാർജ എന്നൊക്കെ പറയുമെങ്കിലും ഇതിൽ ഞാൻ പേരക്കയും കൂടെ ചേർക്കുന്നുണ്ട്. പേരക്ക ഫ്ലേവർ ഷാർജ എങ്ങനെയുണ്ടെന്ന് കാണാം. അപ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് പെരുന്നാൾ നാട്ടിലല്ല, ഇവിടെ മുംബൈയിലാണ് ഞങ്ങൾ കൂടുന്നത്. അങ്ങനെ ഞങ്ങളെ മുംബൈ ഫാമിലിയിലുള്ളവരെല്ലാവരും നമ്മൾ ഇവിടെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം വരുന്നവർക്കൊരു വെൽക്കം ഡ്രിങ്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഈ ജിമ്മിലൊക്കെ പോകുന്ന സമയത്തും എല്ലാം ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, അത് ഒന്ന് പ്രയോഗിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ പേരക്ക കട്ട് ചെയ്ത് ഇട്ടു. പേരക്കയാണ് ഞാൻ ഇന്നിപ്പോൾ ഫ്ലേവറായിട്ട് എടുത്തത്. പേരക്ക അല്ലെങ്കിൽ പപ്പായോ ആപ്പിളോ ഒക്കെ ഞാൻ എടുക്കും. അങ്ങനെ പേരക്ക കട്ട് ചെയ്തിട്ടതിന് ശേഷം ഈത്തപ്പഴം, നല്ല മധുരമുള്ള ഈത്തപ്പഴം എണ്ണിയിട്ടു. ഞാൻ ആളെണ്ണം വെച്ചാണ് ഇടുന്നത്. ഒരാൾക്ക് 2 ഈത്തപ്പഴം വെച്ച് അങ്ങനെ ഈത്തപ്പഴം ഇട്ടു. അതിനുശേഷം പാല്, നല്ല ഫ്രീസറിൽ വെച്ച കട്ടിയായ പാല് അതങ്ങോട്ട് എടുത്ത് അതിനെ കട്ട് ചെയ്ത് നമുക്ക് ഷേക്ക് ആക്കണമെങ്കിൽ ഈ കട്ടിയുള്ള പാല് നല്ല ടേസ്റ്റാണ് കുടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കട്ടിയുള്ള പാലെടുത്ത് അത് കട്ട് ചെയ്ത് ഇട്ടു. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൽ ഞാനൊരു തുള്ളി പോലും പഞ്ചസാര ഇടൂല. കാര്യം എന്ന് വെച്ചാൽ ഞാനും പഞ്ചസാരയായിട്ട് ശരിയാവില്ല. ഞാൻ എൻ്റെ ആഭ്യന്തര ശത്രുവായിട്ട് പഞ്ചസാരയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് പകരം മധുരത്തിനായി 1-2 ഐറ്റംസ് ഞാൻ ഇടും. അതിൽ ഒന്നാണ് ഈത്തപ്പഴം. അത് കഴിഞ്ഞ് ഞാൻ പഴം എടുത്തു. ഈ പഴവും മധുരത്തിന് നമുക്ക് ഉപയോഗിക്കാം. നല്ല മധുരമുള്ള പഴമൊക്കെ ആണെങ്കിൽ അത് ഓക്കെയാണ്. അതിന് ശേഷം ഞാൻ വേറൊരു സ്പെഷ്യൽ ഐറ്റം ഇടുന്നതെന്ന് വെച്ചാൽ യോഗട്ടാണ്. അത് നമുക്ക് ഏത് ഫ്ലേവർ വേണം ഇടാം. ഇപ്പോൾ എൻ്റെ ഉള്ളത് സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവറാണ്. ആളെണ്ണം അനുസരിച്ച് മധുരത്തിന് വേണ്ടത് കറക്റ്റായിട്ട് ഇടും. അതിന് ശേഷം ഏലക്ക ഇടും. ഏലക്ക ഇടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ ചേർക്കുന്നത് ഹണിയാണ്. ഡാബറിൻ്റെ നല്ല അടിപൊളി ഹണി. അപ്പം ഒട്ടും ഷുഗർ നമുക്കില്ലാതെ ഇത് കുടിക്കാനും പറ്റില്ല. അങ്ങനെ ഉള്ള സമയത്ത് ഞാൻ പഞ്ചസാര മാക്സിമം ഒഴിവാക്കിയിട്ട് അതിന് പകരം ഹണിയാണ് ചേർക്കുന്നത്. അതും ആവശ്യത്തിനേ ചേർക്കുള്ളൂ. മെയിൻ ഇതിന് നമുക്ക് മധുരം കിട്ടാൻ ഉപയോഗിക്കുന്നതാണ് ഈത്തപ്പഴവും ഈ യോഗട്ട്, പഴം. ഇത് ഇത്രയും ഇട്ടാൽ നല്ല മധുരം കിട്ടും. പിന്നെ കപ്പലണ്ടി, നല്ല കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതിട്ടാലും കൊള്ളാം. പക്ഷെ ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് അത് ഇട്ടില്ല. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് മിക്സി ഓണാക്കാൻ പോവുകയാണ്. അങ്ങനെ എല്ലാം കൂടെ നല്ല ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം അവസാനം നമ്മൾ ഇടാൻ പോകുന്ന നമ്മുടെ ലാസ്റ്റ് സാധനമാണ് ചിയ സീഡ്സ്. അത് ഇട്ടതിന് ശേഷം ഒരു പ്രാവശ്യം കൂടെ മിക്സിയിലിട്ട് അടിച്ചാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. അടിപൊളി സാധനമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് കുടിച്ചു നോക്കണം. ഒരു തുള്ളി പോലും ഷുഗർ ഇടാത്ത നല്ല കിടിലം സാധനം. വെൽക്കം ഡ്രിങ്ക് കുടിച്ച ഉടനെ തന്നെ നമ്മളടുത്ത പരിപാടി തുടങ്ങി. നമ്മുടെ ദമ്മ് പൊട്ടിച്ചു. ശരിക്കും നമ്മളൊരു 10-20 പേരുണ്ട്. അപ്പോൾ ഇത്രയും പേർക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇപ്പം നിൽക്കുന്ന നമ്മളെ ഫ്ലാറ്റിലില്ല. നമ്മളെപ്പോഴും ബിരിയാണി ഓർഡർ ചെയ്തെടുക്കുന്നത് ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ചേട്ടൻ്റെ ഒരു കാറ്ററിംഗ് സർവീസ് ഉണ്ട്. നമ്മളെ മലയാളി ചേട്ടനാണ്. നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് തന്നെ നമ്മൾ ഓർഡർ കൊടുത്തു. പുള്ളി കറക്റ്റ് ടൈമിൽ സാധനം എത്തിച്ചു തന്നു. അപ്പം നമുക്ക് ഇവിടുത്തെ മുംബൈ ഈ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഒരു 1 BHK ഫ്ലാറ്റാണ്. അപ്പോൾ അതിനകത്തുള്ള സ്പേസിൻ്റെ പരിമിതി കാരണം നമുക്ക് ഇവിടെ കുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായി. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പുറത്തുനിന്ന് ഓർഡർ ചെയ്യേണ്ടി വന്നത്. അതുമാത്രമല്ല, എനിക്കിതിൻ്റെ ABCD അറിഞ്ഞുകൂടാ. അപ്പോൾ സഫ്ന തന്നെ ഒറ്റയ്ക്ക് കിടന്നെല്ലാം ചെയ്യണം. എനിക്ക് ഈ ഷേക്കും ജ്യൂസും ഒക്കെ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ വലിയ റിസ്ക് എടുക്കാൻ നിന്നില്ല. ഞങ്ങളിവിടെ നമ്മളെ മുംബൈ ഫാമിലിയിൽ എന്ത് പരിപാടി വന്നാലും ഈ ഒരു പുള്ളിയുടെ അടുത്ത് നിന്നാണ് ബിരിയാണി ഓർഡർ ചെയ്യുന്നത്. എന്തായാലും നമ്മളെ നാട്ടിൽ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന സമയത്ത് ഞങ്ങളെ ചേർത്ത് പിടിച്ച ഞങ്ങളെ മുംബൈ ഫാമിലിയിൽ എല്ലാവരും വന്നു. നമുക്ക് നല്ല സന്തോഷമായി. എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ബിരിയാണി കഴിച്ചു. ബിരിയാണി അടിപൊളി ബിരിയാണിയായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളെ ചങ്കുകളും സുഹൃത്തുക്കളും ഫാമിലിയായിട്ടൊക്കെ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഇവിടെ മുംബൈയിലെ ഞങ്ങളെ ഫാമിലിയിലുള്ള എല്ലാവരും വന്നു. നമ്മൾ അടിച്ച് പൊളിച്ച് പെരുന്നാൾ ആഘോഷിച്ചു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഓക്കെ, ഞങ്ങളെ മുംബൈയിലെ ഈ ചെറിയ പെരുന്നാൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ചെറിയ പെരുന്നാളും എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്